हरि ओम ओम ईशेदोर्जेद्वाभायवस्तो भायवस्ता देवो वस्सविता प्रार्पयतु श्रेष्ठतमाय कर्मणे हरि ओम ओम अग्न आयादिभीतये हृणानो हव्यनादये निगोता सत्सिवर्धिषि हरि ओम श्रवन्तु नः हरि ओम नमो विष्णवे प्रगते करोमि ओम नमो ब्रह्मणे नमो वस्त्वग्नये नमः पृथिव्यै नमो ओषधिभ्यां नमो वाजे नमो वाजस्पतये नमो विष्णवे प्रगते करोमि ओम नमो ब्रह्मणे नमो वस्त्वग्नये नमः पृथिव्यै नमो ओषधिभ्यां नमो वाजे नमो वाजस्पतये नमो विष्णवे प्रगते करोमि वृषन्नग्ने वसून्याभरां संगच्छत्वं संवदर्थं संभोमनांसि जानदां देवाभागं यदा पूर्वे संजानाना उपासते समानो मन्त्रः समितिः समानी समानं मनः सकचित्तमेषां समानं मन्त्रमविमन्त्र एव समानेन भूमविशादिभूमि समानी वा आहुति समाना हृदयानि वा समानवस्तवो मनो यदा वसुः सहासने ॐ शान्ति शान्ति शान्तिः देवी च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी प्रचोदयात् महादेव्यै च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी प्रचोदयात् महादेव्यै च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी प्रचोदयात् लोकवीरं महापूज्यं सर्वरक्षाकरं विभुं पार्वती हृदयानन्दं शास्तारं प्रणमाम्यहं स्वामिये शरणमय्यप्पा प्रपूज्यं विश्ववन्द्यं विष्णुशम्भो प्रियं सुदं क्षिप्रप्रसादनिरतं शास्तारं प्रणमाम्यहं स्वामिये शरणमय्यप्पा मत्तमादङ्गगमनं कारुण्यामृतपूरितं सर्वविघ्नहरं देवं शास्तारं प्रणमाम्यहं स्वामिये शरणमय्यप्पा अस्मत्कुलेश्वरं देवम् अस्मशत्रुविनाशनम् अस्मदिष्टप्रदातारं शास्तारं प्रणमाम्यहं स्वामिये शरणमय्यप्पा वंशतिलकं केरळे केलिविग्रहम् आर्तत्राणपरं देवं शास्तारं प्रणमाम्यहं स्वामिये शरणमय्यप्पा पञ्चरत्नाख्यं वेदत्यो नित्यं शुद्धपणे नरः तस्य प्रसन्नो भगवान् शास्ता वसति मानसे स्वामिये शरणमय्यप्पा दशदानन्दा सर्वभूतदयापरा रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः स्वामिये शरणमय्यप्पा सदानन्दा सर्वभूतदयापरा रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः स्वामिये शरणमय्यप्पा सदानन्दा सर्वभूतदयापरा रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः।
സ്വാമിയേ ശരണമയ്യപ്പ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗും സസ്തനൂഭിഃ വിഷേമദേവഹിതം യദായുഃ സ്വസ്തി നോ ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ നാരായണായ. 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 നമ്മുടെ ആചാര്യശ്രേഷ്ഠന്റെ വിശാലമായ ഒരു ഹൃദയവും മനസ്സും കാരണമാണ് ഏറെ കാലങ്ങളായി 6ഉം 7ഉം MA കഴിഞ്ഞിട്ടുള്ള മഹാത്മാവ് ആ ട്രാക്കെല്ലാം വിട്ട്, ബിസിനസ്സിൻ്റെ ട്രാക്കെല്ലാം വിട്ട് ശേഷം പൂർണ്ണമായി സമർപ്പണമായിട്ട് ഈ പന്ഥാവിലേക്ക് വരിക എന്നത് ഭഗവാൻ പരമേശ്വരൻ്റെ നിശ്ചയമാണ്. അതിന് വിഷ്ണു ഭഗവാൻ കൂട്ടു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി ഏറ്റവും സൗഭാഗ്യം തന്നെ മറ്റൊരു കാര്യം, എൻ്റെ പ്രധാനമായ ഒരു ശിഷ്യൻ അണികണ്ഠൻ, ഞങ്ങളെല്ലാം ഒരു വലിയ പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ഗിന്നസ് ബുക്കിൽ ആദ്യമായി അതിരുദ്ര മഹായജ്ഞത്തിൻ്റെ റെക്കോർഡ് ഏഷ്യ റെക്കോർഡ്സ് ഓഫ് ബുക്കിൽ വന്നത് 1121 പേരെ വെച്ചുകൊണ്ട് ഇരിഞ്ഞാലക്കുടയിൽ കൊടകരയിൽ നടത്തിയ ഒരു വലിയ അശ്വദേവ തന്ത്രികളുടെ പെരുമ്പടപ്പുമല ഋഷികേശൻ നമ്പൂതിരി അവരുടെയും അതിമഹത്തായ കഠിനമായ പരിശ്രമം കൊണ്ട് സംപൂജ്യ സ്വാമി പരമേശ്വരാനന്ദ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഏറ്റവും ശ്രേഷ്ഠമായി നടത്തിയ അതിരുദ്ര മഹായജ്ഞത്തിൻ്റെ മുഖ്യ ആചാര്യനായിരുന്ന മണികണ്ഠ ശാന്തിയാണ് ഇവിടുത്തെ മേൽശാന്തി എന്നുള്ളതാണ്. ഭഗവാൻ അയ്യപ്പൻ അനുഗ്രഹം ഹോൾസെയിലായിട്ട് ഇവിടെ കൊടുക്കുകയാണ് എന്ന് തന്നെ പറയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൗഭാഗ്യം നിറഞ്ഞവരാണ്, ഭാഗ്യം ലഭിച്ചവരാണ്, പുണ്യം നിറഞ്ഞവരാണ്. ഈ വർഷത്തെ ദൈവികമായ എല്ലാ കർമ്മങ്ങളും 144 വർഷത്തിൽ ഒരിക്കൽ 12x12 എന്ന കണക്കിൽ ഗംഗാ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗ്രാജ് എന്ന തീർത്ഥരാജിൽ 53 കോടി ഭക്തജനങ്ങൾ ഒന്നിച്ചു വന്ന് ഏകദേശം 1.5 മാസങ്ങളായി നടത്തിയ മഹാകുംഭമേളയുടെ കൂടി വർഷമാണ്. സർവരോഗ നിവാരണമായി എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞിട്ടുള്ളതായ ഒരു വർഷമാണിത്. അതുകൊണ്ട് പുണ്യാത്മാക്കളെ, നിങ്ങൾ തിരിച്ച കുടുംബത്തിൽ നിങ്ങൾ ചെയ്തതായ പുണ്യപ്രവൃത്തികളുടെ ഫലമായും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തികളുടെ ഫലമായിട്ട് മാത്രമാണ് കലിയുഗത്തിൽ കലിസന്ധന ഉപനിഷത്തിന്റെ അടിസ്ഥാനമായ
32 അക്ഷരങ്ങളുടെ മന്ത്രങ്ങളെ പൂർണ്ണമായി പഠിപ്പിക്കാവുന്നതായ ഒരു പാഠ്യപദ്ധതി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നമുക്ക് നടത്തുവാനും നടത്തിക്കുവാനും അത് കേൾക്കുവാനും അതിനുവേണ്ടി സഹായിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന 4 വേദങ്ങൾ, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവേദം, സ്ഥാപത്യവേദം എന്ന 4 ഉപവേദങ്ങളും, ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം എന്ന 6 ശാസ്ത്രങ്ങൾ, ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണങ്ങൾ എന്ന 4 വിഭാഗങ്ങളും ചേർത്ത് 18 തത്വങ്ങളാണ് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനം. നമുക്ക് മതമില്ല, നമുക്കുള്ളത് ധർമ്മമാണ്. അപ്പോൾ സനാതന ധർമ്മം എന്നാണ് ഈ ധർമ്മത്തിൻ്റെ പേര്. ഇതിൻ്റെ അടിസ്ഥാന ഗുരു വേദവ്യാസ മഹർഷിയാണ്. വേദവ്യാസ മഹർഷി കൃഷ്ണദ്വീപിൽ താമസിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന പേരുണ്ടായി. ചെറുപ്പത്തിൽ ബാദരായണൻ എന്നാണ് അദ്ദേഹത്തിന് പേരിട്ടിരുന്നത്. അദ്ദേഹമാണ് മഹാഭാരതം തയ്യാറാക്കിയത്, വേദങ്ങളെ എഡിറ്റ് ചെയ്തത്. ഋഗ്വേദം പ്രജ്ഞാന ബ്രഹ്മ എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലും, യജുർവേദം അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലും, സാമവേദം തത്വമസി എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലും, അഥർവവേദം അയം ആത്മാ ബ്രഹ്മ എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലും വിഭജിച്ചുകൊണ്ട് പൈല മഹർഷിയെയും വൈഷ്ണവായന മഹർഷിയെയും ജൈമിനി മഹർഷിയെയും സുബന്ധു മഹർഷിയെയും ഇതിന്റെ ആചാര്യന്മാരാക്കി തീർത്ത് വേദതത്വങ്ങളെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങളിലൂടെ മാനവരാശിക്ക് അനുഷ്ഠിക്കാനായിട്ട് കൊടുത്തു. വേദം കാഠിന്യമുള്ളതാണ്, എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ വേദവ്യാസ മഹർഷി എല്ലാവർക്കും പഠിക്കാവുന്ന രീതിയിൽ വേദത്തിന്റെ അകത്തുള്ളതായ സാരത്തെ എളുപ്പമായ ലളിതമായ രീതിയിൽ 18 ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി. അതാണ് 18 പുരാണങ്ങൾ. ഈ 18 പുരാണങ്ങളുടെ ഉള്ളിൽ സാധാരണ പുരാണങ്ങളുണ്ട്, 5 ലക്ഷണമുള്ള പുരാണങ്ങളുണ്ട്, 10 ലക്ഷണമുള്ള പുരാണങ്ങളുണ്ട്. അതിൽ 10 ലക്ഷണമുള്ള പുരാണത്തെ മാത്രമാണ് മഹാപുരാണം എന്ന്. അങ്ങനെ ശ്രീമദ് ഭാഗവതം എന്ന മഹാപുരാണം ഒരു മനുഷ്യന്റെ ആയുസ്സിൽ 7 ദിവസങ്ങളിലായി പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ഒരു മനുഷ്യനെ പൂർണ്ണ ആയുസ്സിൽ സർവരോഗ നിവാരണം ചെയ്യിച്ചുകൊണ്ട് സർപ്പം കഴിക്കുക എന്നത് സംസാര സാഗരം ദംശിക്കുക എന്ന അർത്ഥത്തിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തിയാക്കിക്കൊണ്ട് പരിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാനും ശിവശംഭു എന്ന കണക്കിൽ 6 ദിവസങ്ങളിൽ 6 വഴികൾ കടന്ന് 7-ാം ദിവസം മോക്ഷത്തിന് പാത്രീഭൂതനാക്കി അവവൃത സ്നാനം നടത്തി ക്ഷത്രോപരി സംസ്ഥിത സുധാസാരാഭി വർഷിണി എന്ന കണക്കിൽ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ട്രെയിനിങ് ആണ് ശ്രീമദ് ഭാഗവത സപ്താഹം എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ സന്നിധിയിൽ ഭഗവാൻ പരമേശ്വരന്റെ പുത്രനായ ഭഗവാൻ അയ്യപ്പസ്വാമി വിളങ്ങി തിളങ്ങി ഈശ്വരാനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്നിധിയിൽ വരുവാനും ദേവന്റെ അനുഗ്രഹം നേടുവാനും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനും സൗഭാഗ്യം നൽകിയതിന് കമ്മിറ്റി ഭാരവാഹികളെയും ആചാര്യനെയും പൗരാണികന്മാരെയും ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയെയും
ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും അതോടൊപ്പം ഞങ്ങളെല്ലാം 20 കാലങ്ങളിലൂടെ സ്വീകരിച്ച ഏറ്റവും ശ്രേഷ്ഠരായ ഐശ്വര്യമുള്ള സഹോദരിമാരെയും നമസ്കരിച്ചുകൊണ്ട് അഖിൽ ഭാരതീയ സംഘ സമിതിയുടെ ദേശീയ സെക്രട്ടറി എന്ന നിലയിലും ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ എന്ന നിലയിലും എല്ലാത്തിനുപരി അഖിലഭാരത സേവാ സംഘത്തിൻ്റെ അന്താരാഷ്ട്ര സേവകൻ എന്ന നിലയിലും ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സ്വാമി ശരണമയ്യപ്പ. നന്ദസുനോ ജയ 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 പാർവതി നന്ദസുനോ ജയ ജയ വിനായകനേ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം വിധിഭാവയാമി ദുഃഖാർണവത്തിൽ പതിച്ചോരു ഞങ്ങളെ കൃഷ്ണ വന്നു തുകിടേണമേ ലോകത്തിലെന്നുമേ മംഗളകുമാരി ലോകൈക നായക കൃഷ്ണ തുകിടേ കൈരണ്ടും കൂപ്പി ഞാൻ കൃഷ്ണ നീരജലോചന എല്ലാ ഭക്തജനങ്ങളെയും രക്ഷിക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷമാം പ്രത്യർത്ഥം ഭവതു. വേദിയിൽ ഉപവിഷ്ട പൂജനീയ മഹാമണ്ഡലേശ്വരൻ ഈശ്വരൻ സ്വാമിജി അയ്യപ്പ സേവാ സമാജം തുടങ്ങിയ ആരംഭഘട്ടത്തിലാണ് ഞങ്ങൾ എത്തിച്ചപ്പെട്ടത്. ഞാൻ സംസ്ഥാനത്തിൽ ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇവിടെ ഈ സായം സന്ധിക്ക് നമ്മൾ സന്ധിക്കണമെന്ന് ഗുരുവായൂരപ്പന് അയ്യപ്പനെ കൂടി തീരുമാനിച്ചു. നമ്മളൊക്കെ ഒരു നിമിത്തമുണ്ട്. അടുത്ത സെക്കൻഡിൽ ഇത് പറയാൻ പറ്റും. ബിറ്റ്വീൻ ദി ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഡേറ്റ് ഓഫ് ഡെത്ത്, ജനന തീയതിക്കും മരണത്തീയതിക്കും ഇടയിൽ ഏതാണ്ട് 70 വയസ്സ് വരെ ജീവിച്ചു. ദിവസേന ഒരു 23,000-ഓളം ഏകദേശം ശ്വാസോച്ഛ്വാസം ചെയ്തു. ആ ഒരു കാലയളവിൽ 60 ഭക്ഷണം കഴിച്ച് അവസാനം 28 ചാരമായി മാറുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ പുണ്യജന്മം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും സന്തോഷകരമായിരിക്കണം. ഇവിടെ നമുക്കറിയാം, പ്രത്യേകിച്ചും നാലുയുഗത്ത് ആദ്യം സത്യയുഗത്തില് നന്മ തിന്മകൾ 2 ഗ്രഹങ്ങളിലാണ്. സത്യയുഗം കഴിഞ്ഞു, ത്രേതായുഗം വന്നു. ത്രേതായുഗത്തില് നന്മ തിന്മകൾ 2 രാജ്യങ്ങളിലാണ്. നന്മ നടക്കുന്നത് ഭാരതത്തിൽ, തിന്മ നടക്കുന്നത് രാവണന്റെ. അതും കഴിഞ്ഞു ദ്വാപരയുഗം. ശരിക്കും വരേണ്ടത് പ്രഥമ ദ്വിതീയ തൃതീയ ദ്വാപര. പക്ഷേ അഹല്യയുടെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് ത്രേതായുഗമാക്കി. ദ്വാപര യുഗത്തില് നന്മ തിന്മകള് 2 കുടുംബങ്ങളിലാണ്. നന്മ നടക്കുന്നത് പാണ്ഡവപക്ഷം, തിന്മ നടക്കുന്നത് കൗരവപക്ഷം. അത് കഴിഞ്ഞു കലിയുഗം. കലിയുഗത്തിൽ 2 നമ്മുടെ. അതുകൊണ്ടാണ് രാവിലെ കാര്യം
എന്താ നമസ്തേ എന്നൊക്കെ പറയും. വൈകുന്നേരം ഈ കോലത്തിലാണ് വരുന്ന ആരും ചോദിക്കണം, അപ്പൊ നാം ചിന്തിക്കുന്ന 7 ദിവസം കൊണ്ട് ഞാൻ അതിനെ പറഞ്ഞ് എന്നെ കൊണ്ട് വായ്പനാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതൊക്കെ എനിക്ക് വേറെ ലെവലായിരുന്നു. പക്ഷെ നമുക്കറിയാം, ബുദ്ധിയിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ മനസ്സിൽ നിന്നുകൊണ്ട് കളിക്കുക. 7 ദിവസം കൊണ്ട് ആ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ആ ലൗകികതയിൽ വിട്ടുകൊണ്ട് ആ ബ്രഹ്മസ്വരൂപത്തില്, പ്രത്യേകിച്ചും ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ സന്യാസ യോഗത്തിൽ 24-ാമത്തെ ശ്ലോകം പറയുന്ന ആ യോഗിയുടെ പദവിയിലേക്കുള്ള ഒരു രുചിയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ആ രുചി വന്നു കഴിഞ്ഞാൽ, ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ആ പരമാനന്ദമായ രുചിയിലേക്ക് എത്താം എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഇന്ന് കാരണം MD ഒന്നും ഉണ്ടാവില്ല. ആ ഭഗവത്ഗീതയുടെയും ശ്രീമദ് ഭാഗവതത്തിന്റെയും ഒരു കുറവാണെന്ന് നമ്മൾ ചുറ്റുപാടെ കാണുന്നത് കലിയുഗത്തിൽ എങ്ങനെയാണ്. അപ്പൊ നിരവധി ക്ഷേത്രങ്ങളിൽ ഇപ്പോ ആധ്യാത്മികമായി എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അത് പല പല രീതിയിൽ വഴിത്തിരിച്ചു പോകും. സാധനാ ഭക്തി, രാഗാനുഗ ഭക്തിയിലേക്ക് ആയിരിക്കും. ഇതെല്ലാം തന്നെ 18 പുരാണങ്ങൾ എഴുതി, ഈ ശ്രീമദ് എന്തിനെഴുതി, നിരവധി ഉപപുരാണങ്ങൾ എഴുതി. ഇപ്പോഴും എഴുതപ്പെട്ടു എന്തിനു വേണ്ടി? 5 കാര്യത്തിന്. മനസ്സിന്റെ തിന്മകളെ നന്മയിലേക്ക് ഉയർത്താൻ മൈൻഡ്, ശരീരത്തിന്റെ ആരോഗ്യത്തെ ആരോഗ്യപ്രദമായി ഉയർത്താൻ ബോഡി, കുടുംബത്തിലെ ചിത്രവാസനകളെ ഭദ്രവാസനകൾ ഉയർത്താൻ ഫാമിലി, സമൂഹത്തിൽ ചില ഭിന്നമായി കൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒരു ചെറിയ കൊണ്ട പുഷ്പങ്ങളെ പോലെ ഏകീകരിക്കാൻ സൊസൈറ്റി, നാഷണൽ ഡെവലപ്മെന്റ്, ഈ 5 കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളിവിടെ, ഞാൻ 4-ാമത്തെ വർഷമാണ് ഇവിടെ അടിമകളായിരുന്നു. അപ്പൊ സാധാരണ ഞാൻ എവിടെ ചെന്നാലും ചിന്തിക്കാതെ ഒരു 12-13 വർഷം എത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. ഗുരുവായൂരപ്പൻ്റെ 700 പേർ സത്താഹം ഗുരുവായൂരപ്പൻ നടത്തിച്ചു. ആകെ ഒറ്റ കാര്യമുള്ളൂ, ഭഗവാനെ ഈ മനസ്സിന്റെ കർമ്മങ്ങളെ മാറ്റണം. ഈ ശരീരം ഒരു പ്ലവ, അത് എത്തേണ്ട ദൂരത്ത് എത്തണമെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കന്മഷങ്ങളൊക്കെ പോകണം. 7 ദിവസം കൊണ്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. ഹൗ ടു കൺട്രോൾ അവർ മൈൻഡ്. ഇപ്പോ 7 ദിവസം ഇതൊരു സൈക്കോളജിക്കൽ എന്റർടൈൻമെന്റ് തന്നെയാണ്. ഈ ഭഗവത്ഗീതയും ഭാഗവതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഒത്തുകൂടൽ 7 ദിവസം കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ആ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാനസികതയൊക്കെ മാറ്റിക്കൊണ്ട് ഒരേ ഒരു ചിന്തയിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. കലിയുഗം വന്നതോടുകൂടി ജോയിന്റ് ഫാമിലി സിസ്റ്റം ഒക്കെ പോയിട്ട് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം. അപ്പൊ കുറെ കഥകൾ പറയുന്നില്ല, കിളിപ്പാട്ടം കൊണ്ട് ഒരു സമാധാനമുണ്ട്. നമ്മളൊരു കഥകൾ പറയണ്ട, നമ്മളതിൻ്റെ തത്വങ്ങൾ പറഞ്ഞാൽ മതി. അത് പ്രത്യേകിച്ചും ഗീതയെ ഉദ്ഘോഷിച്ചുകൊണ്ട് പറയുമ്പോൾ വളരെ സന്തോഷം. അപ്പൊ നമ്മുടെ ചിട്ടകളൊക്കെ ഏകദേശം അറിയാം, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തില് തുടക്കത്തിന് സത്യം പരം ധീമഹി, പരമമായ സത്യത്തെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വേദവ്യാസൻ സത്യം പരം ധീമഹി, നമുക്കറിയാം പരമമായ സത്യം ശ്രീകൃഷ്ണൻ തന്നെയാണ്. 33 മുക്കോടി ദേവകളേക്കും വഴിയിൽ ചാർട്ടില്, അതിൻ്റെ മീതെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര്, അതിനുമേൽ ദേവി, ഏറ്റുമുള്ള പരമാണ് ആ പരബ്രഹ്മം സാക്ഷാൽ നാരായണൻ. അപ്പൊ ആ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് പ്രതിഷ്ഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ എത്തിക്കൊണ്ട് എന്നീ സമൂഹം കലിയുഗാണോ, ഈ കലിയുഗത്തിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളെ, യാതനകളെ, വേദനകളെ തളരാതെ പതരാതെ അതെല്ലാം അഭിമുഖീകരിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ എന്റർടൈൻമെന്റ് ബുക്കിന്റെ ശ്രീമദ് ഭാഗവതം. അത് കേൾക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും, സംശയമില്ല. അത് ഓരോ കഥകളും നമുക്ക് അതിനെയാണ്. കാരണം ഗുരുവായൂർ ക്ഷേത്രം തന്നെ ഭഗവത്ഗീത മോഡൽ തന്നെയാണ്. എല്ലാവരും കഴിക്കുന്നു പോവും, അവിടെ എല്ലാവരും ഒരുമിച്ച് പോവാം. അവിടെ ഒഴിവരത്തിന് അവിടെ ചെന്നാൽ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തണപ്പള്ളികളോട് ഉള്ളിരിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണിത്? അവിടെ കർമ്മയോഗ, കർമ്മം ചെയ്യുന്ന ആൾക്കാരാണ് ഗുരുവായൂർ വീട്ടിൽ പോകാൻ വഴിയാതെ. അത് തിരിഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ഭാഗത്തൊരു വഴിയുണ്ട്, അവിടെ എഴുതിയിരിക്കുന്നവരോ ക്ഷേത്രത്തിൽ
ജോലി പരിഹാരം അവിടെ നോക്ക് മാത്രം. അവിടെ ജ്ഞാനയോഗ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞോട്ട് പോകാൻ വഴിയ. അത് കഴിഞ്ഞ് ഉള്ളിൽ നമ്മുടെ ഭക്തന്മാർക്ക് ഭക്തിയോഗ പുറത്തേക്ക് ഒന്നാം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇന്ന് എന്താ വെച്ചാൽ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തെ ഏതൊക്കെ തരത്തില് തകർക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ദൈവക്ഷേത്രങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. ഒരു ഹൈന്ദവ ക്ഷേത്രം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഹിന്ദു ക്ഷയിക്കുന്നു, ഐക്യമാണ്. ഒരു ക്ഷേത്രം ഉയർന്നു വരുന്നു എന്നത് ആ പ്രദേശത്തെ ഹിന്ദു സമൂഹത്തിന്റെ ഐക്യത്തെ കാണിക്കുകയാണ്. നാം ചിന്തിക്കേണ്ടത് 7 ദിവസം കൊണ്ട് നമ്മുടെ വരും തലമുറയെ നമ്മൾ രക്ഷിക്കേണ്ടത്. ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം, രാമായണത്തിലേക്ക് കിടക്കുമ്പോ എണ്ണീകാലത്തേക്ക് കിടക്കുമ്പോ പറഞ്ഞു, ലക്ഷ്മണാനി മുന്നിൽ നടക്ക് നാടുവാടും നോക്കി ലക്ഷ്മണാനി മുന്നിൽ. ലക്ഷ്മണൻ കെട്ടണമെന്ന് ബുദ്ധിയാണ്. എണ്ണീകാലത്ത് ഘോരമനാണ്, ഇത് കടക്കാൻ പറ്റില്ല. സീത ബുദ്ധി, സീത പിന്നില് മനസ്സാണ് സങ്കല്പങ്ങൾ പങ്കുതാടിക്കൊണ്ടിരിക്കും. പിന്നില് ഭഗവാൻ. ഇത് സത്യത്തില് ലക്ഷ്മണനോടല്ല പറഞ്ഞത്. ഇത് കോളേജിൽ പോകുന്ന പെൺകുട്ടികളോട് തന്നെ പറഞ്ഞത്. കോളേജിൽ കണ്ടായിട്ട് മാറിയിരിക്കണം. ശ്രദ്ധിക്കണം, എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവുക, മനസ്സിപ്പോഴും ഉണ്ടാവണം. അത് എഴുതിക്കൊണ്ടിരിക്കും. ഇത്തരം തത്വങ്ങൾ നമുക്കിവിടെ പറയാൻ സാധിച്ചില്ല. എത്താൻ പറ്റി. ഈ മഹാഭാരതത്തില് 4 ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ആദ്യം പാണ്ഡവരെ കൊണ്ടുപോയത് നരകത്തില്ല. അപ്പൊ അവിടെ എന്ത് തെറ്റ് ചെയ്തിട്ടായി നരകത്തെ കൊണ്ടുപോയപ്പോ അവിടെ ധർമ്മരാജാവ് എന്ന് പറഞ്ഞാൽ അവസാനം വന്നു. മുഖ്യമന്ത്രി എല്ലാം അതിന് കൊടുത്തു ഭഗവാൻ. ധർമ്മരാജാവ് അവസാനം വന്നപ്പോൾ ഇനി ഭാഗമൊക്കെയുള്ളൂ, ജീവൻ എടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു കറുത്ത രൂപം കൊടുത്തതുകൊണ്ടാണ് ധർമ്മരാജാവിന്. അപ്പൊ ധർമ്മരാജാവ് ചോദിച്ചു ധർമ്മപുത്ര, ഞാൻ 4 ചോദ്യങ്ങൾ ചോദിക്കും. ഇത് ഉത്തരം പറഞ്ഞാൽ നിന്നെ ഏത് ഉടലോടെ സുഖത്തേക്ക് കൊണ്ടുവന്നു. ആ 4 ചോദ്യം 2025 മാർച്ച് മാസം 26-ാം തീയതി 7:10 നടക്കും. ഈ സമയത്താക്കാൻ പറ്റില്ല. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, ഒരു വലിയ കുടത്തിലെ ജലം 4 ചെറിയ കുടത്തിലേക്ക് ഒഴിക്കുന്നു. 4 ചെറിയ കുടത്തിലെ വെള്ളം തിരിച്ച് വലിയ കുടത്തിലേക്ക് ഒഴിച്ചാൽ നദിയില്ല. ഉത്തരം പറ ധർമ്മപുത്ര. വലിയ കുടത്തിലെ ജലം 4 ചെറിയ കുടത്തിലേക്ക് ഒഴിച്ചാൽ തിരിച്ചെവിടെത്തണം? നദിയുടെ പകുതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കലിയുഗത്തിലെ അച്ഛനമ്മമാർ 4 മക്കളാണെങ്കിൽ 4 മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം തിരിച്ചാരും കൊടുക്കില്ല, മക്കൾ കൊടുക്കില്ല. അപ്പൊ ഒരു കുടം ജലം എന്ന് പറഞ്ഞ അച്ഛനമ്മമാര് മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം തിരിച്ചാരും കൊടുക്കില്ല, കലിയുഗത്തിൽ കൊടുക്കില്ല. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, ഒരു വലിയൊരു ആന, ഒരുപാട് 9 അടി ഒരു ആന വിചാരിച്ചു, ഒരു സൂര്യയുടെ പക്കൽ കൂടെ വലിയൊരു ആന കടന്നുപോയി. ആനയുടെ വാല് പോയി. ഉത്തരം പറഞ്ഞു, കലിയുഗത്തിലെ പെരും കള്ളന്മാരൊക്കെ രക്ഷപ്പെടും. കള്ളക്കടത്തു സകല ആൾക്കാർ രക്ഷപ്പെടും. ഒരു ഇലക്ട്രിസിറ്റി ബില്ലടച്ചിട്ടൊക്കെ വ്യത്യാസം ഫീസ് വരും. ചെറിയ ചെറിയ കള്ളന്മാരൊക്കെ കലിയുഗത്തിൽ പിടിക്കപ്പെടുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, വേലി തന്നെ വെള്ളം തിന്നുന്നു. ഈ ഭഗവാൻ തീരുമാനിച്ചു, മനുഷ്യൻ ജന്മം കൊടുക്കുമ്പോ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അമ്മയുടെ ഗർഭപാത്രം. ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മം ഒരു കശുവണ്ടിയുടെ ആകൃതിയിൽ തലതിരിക്കുന്നതാണ്. കൃഷ്ണ Go
ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഹരി ഗോകുല കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ശ്രീ ഹരി ഗോകുല കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ശ്രീ ഹരി ഗോകുല കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഏറ്റവും സംഭൂതരായ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മളെല്ലാം ആശീർവദിക്കുവാൻ മഹാവയസ്സുകാഴ്ച ഉച്ചീകരണമായ നമുക്കെല്ലാം ഏറ്റവും സുപരിചിതർ നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ ക്ഷേത്രത്തിൽ നിന്ന് ഭാഗവത സപ്താഹം ഇവിടെ നിവർത്തിച്ചു തന്നതുമായ ഭക്തിയുടെ ഒരു പുതിയ ലോകത്തേക്ക് ആനയിക്കാൻ മനസ്സ് കാണിച്ച ബഹുമാനായ വിജ്ഞാനകരും ശ്രീ ഭയങ്കര വാര്യർ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാനികൾ ഇവിടെ ഈ പുണ്യവേദിയിൽ 2 മാസം സംസാരിക്കാൻ അവസരം തന്നതിൻ്റെ ഭാരവാഹികളോട് നൽകുക. നമുക്ക് ഏറ്റവും ആരാധ്യനായ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ദക്ഷിണഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായ പൂജനീയ സ്വാമിയോട് ഇവിടെ വന്ന് സംസാരിച്ചതിന് ശേഷം 200 ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തിയ ശ്രീ വൈകണ്ഠമായ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം എന്താണ് ഇവിടെ പ്രത്യേകിച്ച് വേറെ പറയാനുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലം മുമ്പ് ഇവിടെ ഈ ഭാഗവത നവാഹയജ്ഞം ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി ഓരോ വർഷം കഴിയുന്തോറും ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ മഹത്വം, ഇതിൻ്റെ എല്ലാ അംഗങ്ങളും ഈ ക്ഷേത്രത്തിൽ പൂർവാധികമതിയോടുകൂടി പഠിച്ചു വരികയാണ് എന്നതിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഊരാൾ എന്നതിലുപരിയായി ഈ നാട്ടിലെ നിവാസിയും ഒരു ഭക്തനും എന്ന നിലയിൽ വലിയ സന്തോഷവും അഭിമാനവും. ഇത്രയും ഭംഗിയായി ഈ ക്ഷേത്രത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ വരുന്ന 7 ദിവസങ്ങൾ ഭഗവാന്റെ കഥകളാൽ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും മുഖരിതമാവുമ്പോൾ കഴിയുന്നത്ര സമയം ഈ ക്ഷേത്രത്തിലെത്തി ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിലൂടെ എത്തുന്നതിനാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു യാഗത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്കൊക്കെ വളരെ വലിയ അവസരമാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ ഏറ്റവും മോക്ഷദായകമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഭഗവാന്റെ കഥാശ്രവണം, വേദവ്യാസ മഹർഷി അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ ഭാഗവത നവാഹയജ്ഞം, ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ തിരുനാമങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും അങ്ങനെ ആ ഭക്തിയുടെ മഹാലോകത്തേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പാതാരങ്ങൾ സ്പർശിച്ചുകൊണ്ട് ഈ ഭൂമിയെ ഒരിക്കൽ കൂടി പുണ്യമാക്കിയ മഹാമണ്ഡലേശ്വര സ്വാമിയെ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരങ്ങൾ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള കടപ്പാട് കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇവിടുത്തെ തുടക്കം എന്ന നിലയ്ക്ക് ഇന്നിവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹത്തിൽ വലിയ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള ഞങ്ങളുടെ പൂജനീയ ഗുരുനാഥൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, അതുപോലെ തന്നെ സന്യാസ സഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള വസന്താനന്ദ സരസ്വതി മാതാജി, അതുപോലെ നമ്മുടെ പ്രബോധന ശങ്കർജി തുടങ്ങി ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി. ഇവിടെ ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചതിന്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കുംഭമേളയെ സംബന്ധിച്ച്
കഴിഞ്ഞ ഭാരതപ്പുഴയിൽ നമ്മുടെ ഈ പ്രകൃതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഭാഗവതം അതുപോലെ തന്നെ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതുകൂടിയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ എത്രത്തോളം ചൂഷണം ചെയ്യാനും അതുപോലെ തന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതത്തിന്റെ ദർശനം എന്ന് പറയുന്നത് പുഴയെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, മലകളെ സംരക്ഷിക്കുക, മരങ്ങളെ സംരക്ഷിക്കുക. അത്തരത്തിൽ നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഈ പ്രകൃതിയെ മുഴുവൻ ഇതിനേക്കാൾ ഒരു നല്ല പ്രകൃതിയാക്കി വരുന്ന തലമുറയ്ക്ക് തിരിച്ചു കൊടുക്കുക എന്നതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിലേക്ക് ഉള്ള പ്രയാണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ കുംഭമേളകളും അതുപോലെ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് 44 നദികൾ ഒഴുകുന്ന ഈ കേരള സംസ്ഥാനത്ത് നദികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി പോലും സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നോ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടവും പ്രവർത്തനവും നമ്മൾ നടത്തിക്കൊണ്ട് ജനുവരി മാസം 12-ാം തീയതി ഭാരതപ്പുഴയിൽ തിരുവല്ലാമലയിൽ ശ്രീരാമ സന്നിധിയിൽ വെച്ചിട്ടാണ് തിരുവല്ലാമലയിൽ നമ്മൾ പ്രയാഗിലെ കുംഭമേള തുടങ്ങുന്ന അതേ ദിവസം തന്നെ ഈ ഭാരതപ്പുഴയിൽ നമ്മൾ കുംഭമേള സംഘടിപ്പിച്ചു. അതിനുശേഷം പയ്യന്നൂരിലും അതുപോലെ തന്നെ ഇവിടെ ആറന്മുളയിലുമൊക്കെ കുംഭമേള നടത്തുകയും തുടർന്ന് അത്തരത്തിൽ അതിലെല്ലാം ഈ ഭാരതത്തിൽ മൊത്തത്തിലും കേരളത്തിലെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രതിജ്ഞ ചെയ്യുന്ന നിരവധി കുംഭമേളകളാണ് കേരളത്തിലുടനീളം സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഭാഗവത സപ്താഹത്തിലേക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെയും ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് പ്രകൃതിയെയും പുഴയെയും ഈ അമ്പലങ്ങളെയും അതുപോലെ തന്നെ ആരാധനാലയങ്ങളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ എന്ന ഒരു തത്വത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയും ആ നിലയ്ക്ക് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അങ്ങനെ ഒരു ധർമ്മ പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറണം. ആ നിലയ്ക്കുള്ള ഒരു ഊർജം ഈ 7 ദിവസം നടക്കുന്ന സപ്താഹയജ്ഞത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഈശ്വരാനുഗ്രഹം ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും. ഒരുപാട് ഭക്ത മനസ്സുകൾക്ക് സ്നേഹവും സമാധാനവും നൽകുന്ന ഉല്ലാസത്തിനെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹ വാക്കുകൾക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് കാതുകൊടുക്കാം. ശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാസ്മാചാര്യപര്യന്താം വന്ദേ പരമ്പരാം. പ്രത്യേകിച്ചൊന്നും പറയാൻ സ്വാമിജി എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എല്ലാവരെയും അമ്മ പ്രസാദിക്കട്ടെ, കണ്ണിലൂടെ പ്രസാദിക്കട്ടെ. ഊർജമേവാവരുന്തേ ചിത്രാനക്ഷത്രം ഭവതേ ചിത്രം മായേതക്കർമ്മ വേദസ്വവേദസമർദ്ധേ. കേട്ടോ, പ്രതീക്ഷകളും ആഗ്രഹങ്ങളാണ് ദുഃഖം തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യം ഇതിൽ ലാസ്റ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് തന്നെ വെള്ളത്തേക്കെന്നും പറഞ്ഞു. ഭാഗവതത്തിലെ ഒരു മനുഷ്യൻ എങ്ങനെ കലിയുഗത്തിൽ ജീവിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും കലിയുഗത്തിൽ പ്രാധാന്യം. ധർമ്മപുത്ര, ഒരു തലമുടി നാരിയെ കൊണ്ട് ഒരു പർവ്വതത്തിൽ കെട്ടിവരിക്കാം. ഉത്തരം പറഞ്ഞതിനെ നേരെ സ്വർഗത്തിലെത്തിയാണ്. നമുക്ക് പറഞ്ഞു കലിയുഗത്തിലെ ഒരു പർവ്വതം കണക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ, റൂട്ട് ഔട്ട് ചെയ്യാൻ, വേരോടെ പിഴുതെടുക്കാൻ സ്വല്പം ഭക്തി മതിയുമാണ്. ആ ഭഗവാനിലേക്ക് ലയിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ? എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളെയും പിടിച്ചടക്കിക്കൊണ്ട് ആ പരമമായ ആനന്ദത്തിന്റെ മറ നീക്കി അതിൽ ലയിക്കാൻ നമുക്ക് സാധിച്ചാൽ എല്ലാ ദുഃഖവും മാറുന്നതാണ്. അത് തന്നെയാണ് ഭഗവത്ഗീതയും
ഭാഗവതവും എല്ലാം പറയുന്നത്. അപ്പോൾ 7 ദിവസം കൊണ്ട് നാളെ നമ്മൾ രാവിലെ ഗണപതി ഹോമത്തിൽ ആരംഭിക്കും. ഏറ്റവും ചിന്തിക്കേണ്ടതാണെങ്കിൽ ഇതൊക്കെ ഗുരുവായൂരപ്പൻ ചെയ്യിക്കുന്നതാണ്. ആരെ എപ്പോൾ എന്ത് നടക്കണമെന്ന് ഗുരുവായൂരപ്പൻ ചിന്തിക്കും. ഞാൻ അനീഷിനോട് നേരത്തെ കൂടി പറഞ്ഞു. കാരണം ഇന്ന് തന്നെയാണ് കോഴഞ്ചേരി മാരാമൻ 2ാം വർഷം ഉദ്ഘാടനം തുടങ്ങിയവർ. കാരണം എനിക്ക് എന്തോ അറിയില്ല, ചെറുതര ക്ഷേത്രം ഈ നമ്മുടെ തട്ടകത്തുള്ള ക്ഷേത്രത്തിൽ ഒരു താല്പര്യം കൂടും. എത്ര പുറമെ ചോറ് ഭക്ഷണം കിട്ടിയാലും അവനവൻ്റെ വീട്ടിലെ ചോറും പൊടിയുടെയും ടേസ്റ്റ് കൂടുതലാണ്. അതാണ് ഈ പ്രദേശത്തോട് എനിക്ക് ഇത്ര താല്പര്യം. കാരണം ഗുരുവായൂരപ്പനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക, എന്താ സംഭവിക്കണമെന്ന് അറിയുന്നില്ല. ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലകളാണ്. കാരണം 10 ഗുരുവായൂർ ഉത്സവത്തിന് മാത്രം 10 പോയില്ല. കാരണം ഭഗവാൻ ഏത് രൂപത്തിലെ വരെ അറിയില്ല, നമ്മുടെ മുന്നിൽ വരും. ഈ ക്ലിക്കാക്കി കിട്ടുന്നില്ല. അതാ ഞങ്ങൾക്ക് ആനന്ദിക്കുക. പറയാം എന്തോ പൂർവ്വജന്മകൃത പാപം വ്യാധി രൂപേണ ജായതേ. പൂർവ്വജന്മത്തിലുള്ള പാപമുഴുവൻ വ്യാധിയായിട്ട് വരിക പറഞ്ഞു. ഇവിടെ എന്തോ നല്ല പൂർവ്വജന്മത്തിൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ തന്നെ ഭാഗ്യം. അപ്പൊ അത് സ്വല്പം കേൾക്കാൻ സാധിച്ചാൽ മതി. അപ്പൊ ഭാഗവത മഹാത്മ്യ കഥകളൊക്കെ 3 കൊല്ലം പറഞ്ഞത്. ഈ വർഷം നമ്മൾ കൂടുതലൊന്നും കൂടി വ്യതിചലിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം ആണെങ്കിൽ ഈ ഭഗവാൻ കൃഷ്ണൻ വന്ന വഴിക്ക് ആരോടൊരു സംശയം ചോദിച്ചു. ഈ രാധ ആരാണെന്ന് ചോദിക്കുന്നത് ആൾക്കാർക്ക് അറിയില്ല. അത് ഞാൻ തന്നെ അതിൽ പരീക്ഷണം നടത്തിയത് ഗുജറാത്തിലും അതുപോലെ തന്നെ ഹൈദരാബാദിലൊക്കെ സത്താത്ത് പോയപ്പോൾ അവിടെ ചെന്ന് നിർബന്ധമായിട്ടൊന്ന് പറയണം. ഭാഗവതത്തിൽ രാധയുടെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം അമൂല്യമായ വസ്തുക്കളൊക്കെ ഭൂമിക്കടിയില്ല. സ്വർണം ഭൂമിക്കടിയില്ല, നവരത്തിലെല്ലാം ഭൂമിക്കടിയില്ല. പാർവതി ഭൂമിക്കടിയില്ല. കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജഗദംബിക ഭൂമിയിൽ അവതരിക്കുന്ന വന്നിരിക്കുന്നത്. ഭൂമിയിൽ അവതരിക്കുന്ന കൃഷ്ണൻ ജനിക്കുന്നതിന് 11 മാസം മുമ്പ് വൃഷഭാനു രാജാവിന്റെ പുത്രിയായിട്ട് ജയിക്കലാണത്. വൃഷഭാനു രാജാവിന്റെ മുമ്പ് നദിയിലൂടെ ഒരു ആനയിലൊരു പെൺകുട്ടി ഇങ്ങനെ ഒഴിച്ചു വരികയാണ്. സൂര്യ തേജസ്സാണ്. അപ്പൊ അന്നേ ജഗദമ്പിയെ കൃഷ്ണനോട് പറഞ്ഞ അങ്ങനെയുള്ള അവതാരം നിൽക്കുമ്പോ എന്റെ കണ്ണ് തുറപ്പിക്കുന്നത് കൃഷ്ണൻ വന്ന് തെറ്റിയാൽ മാത്രമേ ഞാൻ കണ്ണു തുറക്കുന്ന ആര് പറഞ്ഞേ ജഗദമ്പിക പറഞ്ഞത്. വൃഷഭാനു രാജാവ് നദിയിൽ കുളിക്കാറിയപ്പെട്ടു. അതിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഒഴിച്ചു വരുന്നതാണ്. കുട്ടിയെടുത്തു കണ്ണ് കാണില്ല, ശ്വാസം കമ്മിയാണ്. ഏത് വീട്ടിൽ കൊണ്ട് എത്തി. അങ്ങനെ ഈ വൃഷഭാനു രാജാവിന്റെ സുഹൃത്താണ് നന്ദഗോപുരം. കൃഷ്ണൻ ജനിച്ച് നേരെ നന്ദഗോപുരം എടുത്തെത്താണ് ഉണ്ടായേ. കൃഷ്ണൻ മുട്ടുകുത്തിയിട്ടാൻ വേറെ അവതാരത്തില്ലല്ലോ. കൃഷ്ണൻ എന്ത് മുട്ടുകുത്തി കൃഷ്ണനാണ്. വിട്ടപ്പ കൃഷ്ണനെ കാണാം, അല്ലെ? ഓരോകൂടെ കൃഷ്ണനെ കാണാം. എത്ര ഭാവങ്ങളാണ് ഇത്. അറിയിച്ചു ഇവിടെ ചില ആൾക്കാരുണ്ട് വെണ്ണക്കണ്ണൻ, അത് ഞാൻ കൊടുക്കാൻ മറന്നതാ. ഇതൊക്കെ വേദിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യമാണ്. അപ്പൊ വൃഷഭാനു രാജാവ് കൃഷ്ണൻ മുട്ടുകുത്തിയ സമയത്ത് ചുടന്നോടെ ഇവിടെ എന്റെ കുട്ടിയുടെ പിറന്നാളാ, താങ്കൾ വരിക, കുടുംബത്തിൽ എല്ലാവരും കുട്ടികളോ എന്തോ യശോദാമേട്ട് വന്നു. അവിടെ വന്നപ്പോ മുട്ടുകുത്തിയ കൃഷ്ണല്ലേ അവിടെ അടക്കി വെച്ചു. കൃഷ്ണൻ മുട്ടുകുത്തി തൊട്ടതുകൊണ്ട് ആരില്ലേ രാധ എന്നെത്ര വൈകിയേ ചോദിച്ചു. കൃഷ്ണൻ ചാടി ഇപ്പോട്ട് കാണാൻ പിന്നെ ഒന്നും ഉണ്ടായില്ല. ഹാർട്ട് അറ്റാക്ക് നെഞ്ചത്തിരിക്കുമ്പോൾ കൃഷ്ണൻ കിട്ടിയ ശ്വാസം. അപ്പൊ അവർ തീരുമാനിച്ചു ഇവർ കല്യാണം നടത്തുന്നു. 10 വയസ്സിന് 15 വയസ്സിനിടയിലാണ് രാധാ കല്യാണം. 15 വയസ്സിന് 20 വയസ്സിനിടയിലാണ് ഇപ്പടി കല്യാണം. അപ്പൊ ഇവര് തീരുമാനിച്ചു. ജാതകം നോക്കിയപ്പോ കൃഷ്ണൻ തോന്നി ഇത് ശരിയാവില്ല. രാഹുവിനെ പിടിച്ച് കേതുവിനിട്ടു, കേതുവിനെ പിടിച്ച് രാഹുവിനിട്ടു. ജാതകം യോജിക്കില്ല. ആഹാ
കൃഷ്ണൻ അങ്ങനെ ചെയ്തു. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചോദിച്ചിട്ട് ഈ കൃഷ്ണൻ എന്തിനാ ചെയ്തത് ഇല്ലേ? വല്ല കാര്യമുണ്ടോ? അതാണ് കൃഷ്ണൻ. വിരഹ ഭക്തിയാണ് അവിടെ കൃഷ്ണന്റെ രാധയോടെ. ഇതങ്ങളെ കണ്ടപ്പോ രാധ വിടോ? കൃഷ്ണൻ സൂക്ഷിച്ചുണ്ടായി ഒരു വനത്തിലൂടെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കൃഷ്ണൻ മുങ്ങി. അതിൽ രാധ അന്വേഷിച്ച് നടക്കുക ആ യജ്ഞാന രീതിയിൽ. അതാണ് നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോയി അഷ്ടപതി എല്ലാവർക്കും അഷ്ടപതി പഠിക്കുന്നത്. അതിലാണ് വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെന്റെ അന്നനെ ഓ വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെന്റെ കണ്ണനെ കണ്ടു. ഈ അഷ്ടപതി സോപാന സംഗീതത്തിലൂടെ ഭക്തിയാണ്. അപ്പോ ആ കൗശിക പ്രാവശ്യം 10 വയസ്സിനും 15 വയസ്സിലാണ് കല്യാണം. അതിനുശേഷം പിന്നെ കല്യാണം. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ ഭാഗവതം നമ്മള് ഭക്തിയിൽ കൊണ്ടുപോകണം, അതിൽ ലയിക്കണം. അതാണ് 7 ദിവസം. അപ്പൊ 7 ദിവസം നിങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് രാവിലെ ഇവിടെ ഗണപതി ഹോമം, അതിനുശേഷം എന്നും ഓരോ പൂജകളുണ്ട്. നാളെ വരാഹാവതാരാണ്. അതും അതിൻ്റെ തത്വങ്ങളാണ് കൂടുതലും പറയുന്നത്. 2ാമത്തെ ദിവസം നരസിംഹാവതാരം, 3ാമത്തെ ദിവസം കൃഷ്ണാവതാരം, അന്നാണ് നമ്മുടെ തൊട്ടിലാട്ടം. അതുപോലെ തന്നെ ഡാൻസ് വസുവിൻ്റെ കുട്ടികളുണ്ടാവും. വൈകുന്നേരം ഗോവർദ്ധന ദിവസം 4ാം ദിവസം നമ്മൾ ഓരോ കൊല്ലം നമ്മൾ പുതിയ ചിന്തിക്കുകയാണ്. ഗോവർദ്ധന പൂജ എന്താണ്? ഗോവർദ്ധനം അതിനെപ്പറ്റി നമ്മൾ ഉപയോഗിക്കും. വൃന്ദാവനത്തിൽ പോയി അതിനെപ്പറ്റി. അപ്പൊ ഗോവർദ്ധനം നമ്മൾ അമ്മമാരെ ആ നെയ്യ് തെറിച്ചുകൊണ്ട് ഗോവർദ്ധനത്തെ പ്രദർശനം വെച്ചുകൊണ്ട് അവിടെ ഗോവർദ്ധന ലീലകൾ ഒക്കെ ലീലകളാണ് ഭഗവാന്റെ. അത് 4ാം ദിവസം ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ദിവസവും 7 ദിവസം നിങ്ങളുടെ മനസ്സിനെ ആ സന്തോഷത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീമദ് ഭാഗവതം. പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള ശത്രുതയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ടുണ്ടാവില്ല. അതിനാണ് ക്ഷേത്ര സങ്കേതങ്ങളിലെല്ലാം തന്നെ ഈ സപ്താഹം നടക്കുന്നത്. അപ്പോൾ കുറേ വൈകി നേരത്തെ പറഞ്ഞ ആൾക്കാരാണ് അറിയാം. ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നാളെ മുതൽ കൃത്യമായിട്ട് 6:30 മണിക്ക് സഹസ്രനാമം നമ്മൾ ആരംഭിക്കും. കൃത്യം 6:30 6 മണിക്ക് എത്തുമ്പോൾ നമ്മുടെ വേദമന്ത്രങ്ങൾ ആരംഭിക്കും. അപ്പോൾ ഗണപതി ഹോമം ചീട്ടാക്കാവുന്നതാണ് എല്ലാവർക്കും. 7 ദിവസമേ ചീട്ടാക്കുള്ളൂ ഈ യജ്ഞവേദിയിൽ ഇവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള വന്നതാണ് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ആ വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് ക്ഷേത്രത്തിൽ നോക്കിയപ്പോൾ എന്നെ പിടിച്ച് കഴിക്കാറുണ്ട്. പറ്റിയൊരു മേശാന്തി 2 പേരും എന്ത് ഭംഗിയല്ലേ, എനിക്കെന്ന് തോന്നില്ലേ? അപ്പൊ അത് ഭയങ്കര ഇതാണ്. പുണ്യം ചെയ്ത ആൾക്കാരാ. ഒന്നിൻ്റെ മാത്രമേ കണ്ടത്. അതൊന്നും പരിഹരിക്കാം വെള്ളത്തിലെ അല്ലേ, അത് പരിഹരിക്കാം. സപ്താഹങ്ങളെ കുറിച്ച് എന്തായാലും ചെയ്യുമെന്ന് ഉറപ്പാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവരും കാണണം. കാരണം അതിനാണ് ഭഗവാൻ പറഞ്ഞ ചെയ്യുന്നത്. 7 ദിവസം എല്ലാവരും നേരത്തെ വരിക, പരമാവധി സമയം കണ്ടെത്തുക. എല്ലായ്പ്പോഴും വേണം നമ്മൾ തടയുന്നില്ല, പരമാവധി വേണം. കാരണം അതിനുള്ള ഗുണമുണ്ടാകും. ഈ നമ്മൾ കുറ്റം പറയുകയല്ല, ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ 4 ഉത്സവമാണ്. ഒക്കെ ലീവ് എടുത്താണ് വരിക. ഞാൻ കഴിഞ്ഞ ചങ്ങനാശ്ശേരിയിൽ 1000കണക്കിന് ആൾക്കാരാണ്. അവിടെ വീടുകളിൽ നോക്കി ഗുരുവായൂർ ഉത്സവമായി ഓരോ സ്ഥലത്തും ചെങ്ങന്നൂർ അവിടെയും ഇങ്ങനെ ഏത് സ്ഥലത്ത് പോയാലും. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാവണമെന്ന്. അപ്പം 7 ദിവസം എല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ ഇവിടെ എത്താൻ വേണ്ടി സാധിച്ചാൽ സന്തോഷമായി. പിന്നെ കിളിപ്പാട്ട് ഞാൻ പറഞ്ഞു. ഈ സംസ്കൃതം ആദ്യം കൂടെ ഇതാർക്കും മനസ്സിലാവില്ല. ഈ സംസ്കൃതം പിന്നെ അതർത്ഥം ഇത് മലയാളം വായിച്ചാൽ മനസ്സിലാവും. അത് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് അടയ്ക്കാൻ കുറച്ച് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നത്. ഇതൊന്നും എൻ്റെ ഗുരുനാഥൻ്റെ ഒരു കാര്യമാണ്. ഞാനത് പറയാം. സാധാരണ ഭാഗവതത്തിൽ കയറുമ്പോൾ ഓരോരുത്തർ പരമ്പരാഗതമായിട്ടാണല്ലോ എന്നെ പിടിച്ചിറക്കിയത് ഒരു കാര്യത്തിലാണ്. ഇന്ന് വരെ ഒരുപാട്
മുടക്കം നിർവഹിച്ചില്ല കേട്ടോ. നേരത്തെ 700-ൽ പരം സപ്താഹം നടത്തി. എന്തെങ്കിലും മുടങ്ങാം, ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. എൻ്റെ ഡേറ്റിന് വേണ്ടി മാറ്റുന്ന ആൾക്കാർ. അത് ഈ ഉള്ളവരുടെ കഴിവല്ല. ഗുരുവായൂരപ്പന് ഒരു ദാസനാവസ്ഥയാണ്. ആകെ പ്രാർത്ഥന അഹങ്കാരം വരില്ലാണ് ഉണ്ടാവില്ല. കാരണം ഈ ജന്മത്തിൽ ഉണ്ടാവില്ല. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നിരവധി ജനങ്ങളുടെ സന്തോഷമാണ് കാണുന്നത്. ഒരു വർഷം സത്താ കഴിഞ്ഞാൽ പിന്നത്തെ പോലെ ചെല്ലുമ്പോൾ ഇനിതാ ഇവിടെ ചെറുവനങ്ങാട് അവിടെ അന്നദാനപ്പേരെ നയിക്കുന്നു. ഓരോ സ്ഥലത്തും നമ്മുടെ ഉള്ളിൽ നിശ്ചയിക്കുന്നു. കാരണം നമ്മളെ ഒരു ഭക്തിമാർഗത്തിന്റെ സന്ദേശവാഹനായിട്ട് ഗുരുവായൂരപ്പൻ തിരഞ്ഞെടുത്തതാണ്. അപ്പൊ ഇവിടെ വന്ന് ഗുരുവായൂരപ്പൻ ഓരോ കഥകളും പറയുന്നതിനോടൊപ്പം തന്നെ ഇവിടെ അയ്യപ്പന്റെ തത്വം കൂടിക്കലർന്ന് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല. നാളെ എല്ലാവരും നേരത്തെ വരണം. അതുപോലെ തന്നെ ഗണപതി ഹോമം ഇന്നലെ ചീട്ടാക്കാം. ഗണപതി ഹോമം വിഘ്നം മാറാനല്ല, വിഘ്നം വരാണ്ടിരിക്കാനാണ്. മുൻകൂർ ജാമ്യം അതെല്ലാവരും ഇത് ചെയ്യണം. അതുപോലെ ഓരോ ദിവസങ്ങളിലും ഓരോ പൂജകളുണ്ട്. വൈകുന്നേരം നീരാഞ്ജന പ്രദർശനമുണ്ട്. അതുപോലെ തന്നെ 3-ാം ദിവസങ്ങളിൽ ഉണ്ണിയുണ്ട്. ഇതൊക്കെ എന്താണെങ്കിൽ ഒരു സൈക്കോളജിക്കലായി നമ്മൾ കൊണ്ടുപോകുന്നതാണ്. എല്ലാവരും നാളെ നേരത്തെ വരണം. നേരത്തെ നിങ്ങൾ എത്തിയതാണ്. ഈ ന്യൂക്ലിയർ ഫാമിലി ആവുള്ള ബുദ്ധിമുട്ടെന്ന് പറയാം. എന്തായാലും നല്ലത് ചിന്തിക്കുവാനും നല്ലത് ചിന്തിപ്പിക്കുവാനും നല്ലത് കാണുവാനും നല്ലത് കാണിപ്പിക്കുവാനും നല്ലത് തോന്നുവാനും നല്ലത് തോന്നിപ്പിക്കുവാനും നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും നല്ല കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുവാനും ഗുരുവായൂരപ്പനും അമ്മയൂരപ്പനും നമ്മുടെ ശാസ്താവും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നാളെ മുതൽ വൈകുന്നേരം 6 മണിക്ക് എല്ലാവരും എത്താൻ ശ്രമിക്കണം. കാരണം 6 മണിക്ക് ഞാൻ പ്രഭാഷണം ഉദ്ദേശിച്ചില്ല. അത് കഴിഞ്ഞാണ് പൂജ. അപ്പൊ നിങ്ങളുടെ ദീപാരാധന നല്ല നിലവല്ല. എപ്പോഴും വരാൻ പറ്റില്ല എന്നറിയാം. 6 മണിക്കുള്ള ആളെ വെച്ച് ഞാൻ പ്രഭാഷണം ഉദ്ദേശിക്കുന്നത് സത്സംഗ ആവശ്യമാണ്. രാവിലെ 11 മണിയാകുമ്പോഴേക്കും തന്നെ പ്രഭാഷണം ആരംഭിക്കും. വൈകുന്നേരം അത് കഴിഞ്ഞ് ഭജന, പിന്നെ എന്നും ഓരോ കലാപരിപാടികളുണ്ട്. അപ്പോൾ എല്ലാവരും നേരത്തെ വരിക. അതുപോലെ ഗണപതിഹോമം നേരത്തെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബുദ്ധിഹോമമുണ്ട്, നവഗ്രഹമുണ്ട്, വിഗ്രഹപൂജ. എല്ലാവരും 7 ദിവസം പങ്കെടുക്കണം. നിങ്ങൾക്ക് എന്നും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കും.